സംഭവം പറയാം. കാരണം നമ്മൾ വെള്ളാർ ബ്രാഞ്ചിൽ തന്നെ ഒരുപാട് പാതിരാത്രി, അതായത് രാത്രി 1 മണിക്കാണ് അവിടെ ഒരു അടി കിടന്നപ്പോൾ ഞാൻ നേരെ തന്നെ നമ്മളെ സഖാവിനെ വിളിച്ചു. അത് നമ്മളെ ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിനെയാണ് അത് പിടിച്ചു തള്ളിയത്. ഞാൻ സഖാവിനെ വിളിച്ചപ്പോൾ രാത്രി 1 മണിയൊക്കെ ആവാറായി. പിന്നെ സഖാവ് നമ്മുടെ അജിത് സഖാവ്, ശ്രീരാജ്യത്തിന്റെ നമ്മുടെ അജിത് സഖാവ് അവിടെ വന്നു. അത് നമ്മൾ സ്റ്റേഷനായിട്ട് പോയി. സ്റ്റേഷനിൽ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ നേരെ 2 വെളുപ്പം രാവിലെയായി. അപ്പോൾ ലോക്കൽ സെക്രട്ടറിയുടെ വൈഫ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, നേരെ വിളിക്കാറായിരുന്നു. കാരണം അപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അത്രയ്ക്ക്, കാരണം ഒരു നേതാവും ഇങ്ങനെ നിൽക്കില്ല. കാരണം എനിക്കറിയാം, എന്റെ അനുഭവമാണ്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യമെന്ന് പറഞ്ഞാൽ സ്റ്റേഷനിൽ നമ്മളൊരു ആവശ്യമെന്ന് പറഞ്ഞാൽ അവർ പറയും ഇവിടെ ഞാൻ വിളിച്ച് പറയാന്ന് പറയും. ഇങ്ങനെ പറയും. കാരണം കൂട്ടത്ത് വരില്ല. കാരണം എനിക്കറിയാം. കാരണം നമ്മളെ പല അവർക്ക്, കാരണം നമ്മള് ഒരുപാട് നേതാക്കന്മാരെ നമ്മള് കൂട്ടത്ത് പ്രവർത്തിച്ച ഒരാളാണ്. അത് വന്ന് വിളിച്ച ലോക്കൽ സെക്രട്ടറി ഞാൻ വിളിച്ചു പറയാൻ നീ ധൈര്യമായിട്ട് വരാൻ പറ്റും. അതല്ല, നമ്മളെ കൂട്ടത്ത് വരികയും നല്ല രീതിയിൽ നമ്മളോട് പ്രവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് എല്ലാ ബ്രാഞ്ചുകളിലും ഇപ്പോൾ ശക്തിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇനിയും അടുത്ത ബ്രാഞ്ച് സമ്മേളനം ഇതിനേക്കാളും നല്ല രീതിയിൽ, ഇതിനേക്കാളും മുന്നോട്ട്, അതായത് ഒരു ടോപ്പ് മുന്നിൽ നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഫസ്റ്റ് തുടങ്ങിയത് നമ്മുടെ വെള്ളാർ ബ്രാഞ്ചാണ്. അതിനുശേഷം നമ്മളെ വെള്ളാർ ബ്രാഞ്ചിൽ ഇത്ര രീതിയിലൊന്നും നമ്മൾ ചെയ്തില്ല. കാരണം അത് എന്നാലും എനിക്ക് വലിയ തൃപ്തിയായിട്ടില്ല. എന്നാൽ ഇനി അടുത്ത ബ്രാഞ്ച് സമ്മേളനം, വെള്ളാർ ബ്രാഞ്ച് സമ്മേളനം നല്ല രീതിയിൽ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഇവിടെ വന്ന് കൂടിയേറ്റിരിക്കുന്ന എല്ലാ സഹാക്കളും, അതായത് നമ്മുടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറിമാർ, ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ, മറ്റു സഹാക്കൾ, അതുപോലെ ഈ വേദിയിൽ ഇരിക്കുന്ന സഹാക്കളും എല്ലാവർക്കും വെള്ളാർ ബ്രാഞ്ചിന്റെ ഒരു അഭിവാദ്യങ്ങൾ.